episode of Chungath Jewelry YouTube channel. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ആൻറ്റിക് പേൾ കളക്ഷൻ, ആൻറ്റിക് കളക്ഷൻ, ആൻറ്റിക്കും പേളും പിന്നെന്താ ജെയ്ഡ് ഓക്കെ, ഈ കളക്ഷനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മാല. അങ്ങനെ ഒരു മൂന്നെണ്ണമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി തന്നെ നമുക്കൊരു പ്യുവർ ആൻറ്റിക് ഡിസൈനിലുള്ള മാല കാണാം. മാല എന്ന് പറയുമ്പോൾ ഇതൊരു നെക്ലസ് അല്ല, എന്നാൽ ഒരു ഷോ ചെയിനും അല്ല, എന്നാൽ അത്യാവശ്യം ഇത് രണ്ടിനും യൂസ് ചെയ്യാവുന്ന രീതിയിൽ മേജറായിട്ട് നമുക്ക് സാരിക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. മെയിനായിട്ട് ചുരിദാറിന് അത്ര ഭംഗിയായിരിക്കില്ല. സാരിക്ക് ഒരു പട്ട് സാരിക്കൊക്കെ മുകളിൽ അല്ലെങ്കിൽ ഒരു കേരള സാരിക്കൊക്കെ മുകളിൽ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, അത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കിടക്കുന്ന ഒരു മാലയാണത്. ഇതിൻ്റെ നീളം കൂടിയതും ഒരു 10 പിടി നീളം വരാവുന്ന മാലയുണ്ട്. ഇത് ഏകദേശം ഒരു 5 പിടി നീളം, 5 പിടി ഒരു 15 ഇഞ്ചോളം നീളം വരുന്ന മാലയാണ്. ഏകദേശം നമ്മുടെ കഴുത്തിൻ്റെ ഒരു യു ടൈപ്പ് നിൽക്കുന്ന മാലയാണ്. നമുക്കത് ആവശ്യാനുസരണം നീളം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്ന രീതിയിൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ബാക്ക് ചെയിൻ സെറ്റ് ചെയ്യാം. ഏകദേശം ഒരു 4.5 പവനോളം ഗോൾഡ് വെയിറ്റ് ആണ് ഇതിനുള്ളത്. ഈ ബോൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാ ബോളും ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഒരു ബോളിൻ്റെ ഡിസൈൻ അല്ല അടുത്ത ബോൾസിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫ്ലവർ ഉണ്ട്, ലീഫ് ഉണ്ട്, അങ്ങനെ എന്താ പറയുക, പല ഹെഡ്സിൻ്റെ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാണാൻ തിളക്കമില്ലാത്ത എന്നാൽ നല്ല ഭംഗിയുള്ളതായ ഒരു ഡിസൈനാണ് ഈ മാല. ഓക്കെ, സോ നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നല്ലേ. നമുക്ക് കുറച്ചും കൂടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ലെങ്ത് കൂട്ടാൻ പറ്റുന്ന ഒരു മാലയാണത്. സോ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇത് വന്നിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് സാരിയുടെ കൂടെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യാൻ മച്ച് മോർ ബെറ്റർ. അതുപോലെ തന്നെ ഇത് ജെയ്ഡ്, പേള്, അതുപോലെ തന്നെ ആൻറ്റിക്, ഈ 3 ഡിസൈനും കൂടി ചേർത്തൊരുക്കിയതായ ഒരു മാലയാണ്. ഇത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിൻ്റെ ബോൾസ് എല്ലാം ഒരുപോലെ തന്നെ വന്നിരിക്കുന്നു. അതിൽ കാണുന്ന ഫ്ലവറിൻ്റെ ഡിസൈൻ പലതും പല ഡിസൈനാണ്. അതുപോലെ തന്നെ പേൾസ് മിക്സ് ചെയ്തിട്ടുണ്ട്. പേൾസിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുഖത്തിനൊക്കെ ഒരു സൗന്ദര്യം കൂട്ടുന്ന ഒരു സാധനമാണ് പേള്. അതുപോലെ ജെയ്ഡ്, ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ജെയ്ഡ് ചെയ്തിരിക്കുന്നത്. എമറാൾഡിൻ്റെ കളറാണ് ജെയ്ഡിന് ഉള്ളത്, എന്നാൽ റിയൽ എമറാൾഡ് അല്ല, ജെയ്ഡാണത്. ഏകദേശം ഒരു 3.5 പവൻ ഗോൾഡാണ് ഇതിനകത്തുള്ളത്. നമുക്കറിയാം ഇതിൻ്റെ ഈ ബോൾ കാണുമ്പോൾ അതിൻ്റെ ഉൾഭാഗം ഹോളായതുകൊണ്ട് നമുക്ക് ഇത്തരം വെയിറ്റിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ സോളിഡ് ആണെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിട്ടത്തില്ല, നല്ല സ്ട്രോങ് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ കണ്ണികളെന്ന് പറയുന്നത് ഈ കൊന്ത കിട്ടും പോലെയുള്ളതായ കണ്ണികൾ, അല്ലെങ്കിൽ രുദ്രാക്ഷം കിട്ടും പോലെയുള്ളതായ കണ്ണികൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഇതിങ്ങനെ കപ്പിട്ടിട്ട് അതിൻ്റെ ഹോൾസ് കാണാത്ത രീതിയിൽ 2 സൈഡിലും പേളിനായിക്കോട്ടെ അല്ലെങ്കിൽ ജെയ്ഡിനായിക്കോട്ടെ അല്ലെങ്കിൽ ആൻറ്റിക് ഡിസൈനിലുള്ള ബോളിനായിക്കോട്ടെ എല്ലാത്തിനും കപ്പ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹോൾസ് ഒട്ടും തന്നെ കാണില്ല. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഈ മാല. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് അതിനെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കാണുന്ന രീതിയിലും അതിൻ്റെ ഡോട്ട്സുകൾ വിസിബിൾ ആവാത്ത രീതിയിലും ചെയ്തിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാലയാണ്. കേരള സാരിക്കൊക്കെ നല്ല ഭംഗിയായിട്ട്. കേരള സാരി നമ്മളിപ്പോൾ ഓണം ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓഫ് കോഴ്സ് ഓണം സാരി എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റ് കളേഴ്സിന് കൂടുതൽ ഡിഫറെൻറ്റ്. നമ്മുടെ ഓണക്കോടി യെല്ലോയിഷ് എന്നാണോ അതിന് പറയുന്നത്? ഓണക്കോടി യെല്ലോ ആയാലും കുഴപ്പമില്ല, വൈറ്റ് ആയാലും വൈറ്റ്. നമ്മുടെ ഓണത്തിൻ്റെ സാരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈറ്റ് കളറിൽ വരുന്ന സാരി ആയിക്കോട്ടെ, ഗ്രീൻ കളർ ആയിക്കോട്ടെ, ഗോൾഡ് കുറച്ചും കൂടെ ഒരു മിക്സിങ് വരുന്ന സാരീസ് ആയിക്കോട്ടെ. സോ അതിന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മാച്ചബിൾ ആയിട്ടുള്ള ഒരു മാലയാണ്.
ഓക്കെ, അതുപോലെ തന്നെ വരുന്നൊരു മാലയാണ് പേള് വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തൊരു മാല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പേള് മാത്രമാണ് കപ്പിട്ട് കെട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇതുപോലെ നൂൽക്കമ്പി വെച്ചിട്ട് പിരിച്ചു കെട്ടിയതായ കണ്ണികളാണ് ഇതിൻ്റെ ബോൾസ് ചെയ്തു വന്നിരിക്കുന്നത്. ഒന്നിടവിട്ടുള്ള ബോൾസ് പ്യുവർ ഫുൾ ബോളായിട്ടും ആ ബോളും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതും ഈ രുദ്രാക്ഷം കെട്ടും പോലെ അല്ലെങ്കിൽ കൊന്ത കെട്ടും പോലെ തന്നെ പിന്നി കെട്ടിയിരിക്കുന്നതായ ഒരു ഐറ്റമാണ്. ഏകദേശം ഒരു 3 പവനാണ് ഇതിൻ്റെ ഗോൾഡ് വെയിറ്റ് വരുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഇതും നീളത്തിൽ ഇറക്കം കൂട്ടി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നീളം കുറച്ച് യൂസ് ചെയ്യാനോ ബാക്ക് ചെയിൻ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ളതായ നല്ലൊരു ഡിസൈനിൽ വന്ന മാലയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇതിൽ ഈ പറയുന്ന ഗോൾഡാണോ? ഇത് ഗോൾഡാണോ? ഗോൾഡ്. ഓക്കെ, ഗോൾഡും വൈറ്റും ആണെങ്കിലും ലൈക്ക് രണ്ടും സെയിം വാല്യൂ കൊടുത്ത് തന്നെ ലൈക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതും വന്നിട്ട് നമുക്ക് സാരീസിലൂടെയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദർ വാസ് എ ട്രൂത്ത്. ലൈക്ക് സാരീസിൻ്റെ കൂടെ യൂസ് ചെയ്യാം, ചുരിദാറിൻ്റെ കൂടെ ചില ഡിസൈൻസിൻ്റെ കൂടെ ഇത് പോകും. പ്ലെയിൻ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ആക്ച്വലി. അപ്പോൾ ഇതിന്റെ തന്നെ ഈ ഒരു 3 കളക്ഷൻസ് മാത്രമാണോ ഉള്ളത്? ഇതുപോലെ കാറ്റഗറി വരുന്ന വേറെ ഇതുപോലെ കോറല്, ക്രിസ്റ്റല്, റെയിൻബോ അങ്ങനെയുള്ളതായ ഒരുപാട് സ്റ്റോൺസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ലൈക്ക് സ്റ്റോൺസ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ചിലർ പറയും ഹൈദരാബാദ് പേളുണ്ട് ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങൾക്ക് അത് വെച്ച് ഓർണമെന്റ് ചെയ്തു തരാമോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നമ്മൾ 100% അത് ചെയ്തു തരും. അതിനകത്തും യാതൊരു മടി ഞങ്ങൾക്കില്ല. നിങ്ങൾ തരുന്നത് ഏത് സ്റ്റോൺ വെച്ച് നമുക്ക് ചെയ്തു തരുന്നതിന് യാതൊരു മടിയില്ല. കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്ന സ്റ്റോൺ വെച്ച് നിങ്ങൾ ചെയ്യുന്നതാണ്? തീർച്ചയായിട്ടും. ഞാൻ അതിനെ ഉദ്ദേശിച്ചത്, ചിലർ പറയും ഹൈദരാബാദ് പേളാണ്, അവരുടെ ആ പേളിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഒരു ഐറ്റത്തിൻ്റെ മൂല്യം നമ്മൾ ഒട്ടും തന്നെ കുറഞ്ഞു പോകാത്ത രീതിയിൽ എല്ലാം ഭംഗിയായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഡിസൈൻ. ഇപ്പൊ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ഒരു 90% നമ്മളുടെ സത്യസന്ധത പുലർത്തിയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കും. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെട്ടത് 3 കളക്ഷൻസ് ആണ്. ഇത് കൂടാതെ തന്നെ അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ ഓൾറെഡി സ്റ്റോൺസ് ഉണ്ടെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസിലും അവർ ചെയ്തു തരുന്നതായിരിക്കും. സോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസുമായിട്ട് ഒരുമിച്ച് എത്തുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു.